Theorem 6. Let S be a compact connected oriented n surface in Rn plus 1. Rn plus 1 ഉള്ള ഒരു കോമ്പാക്റ്റ് കണക്റ്റഡ് ഓറിയൻറ്റഡ് n സർഫസ് ആണ് S. Then the Gauss-Kronecker curvature K of P of S at P is non-zero for all P belongs to S if and only if the second fundamental form SP of S at P is definite for all P belongs to S. Rn plus 1 ഒരു കോമ്പാക്റ്റ് കണക്റ്റഡ് ഓറിയൻറ്റഡ് n സർഫസ് S ഉണ്ട്. Then we have to prove that this Gauss-Kronecker curvature for all P belongs to S. Sലുള്ള ഏതൊരു പോയിന്റ് P എടുത്തിട്ടുണ്ടെങ്കിൽ ഈ Gauss-Kronecker curvature at this point P is non-zero if and only if the second fundamental form SP of S at P is definite. എസ്സിലുള്ള ഏതൊരു പോയിന്റ് P എടുത്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഡെഫിനിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഗോസ്-ക്രോനെക്കർ കർവേച്ചർ എന്ന് പറയുന്നത് വെയിൻഗാർട്ടൻ മാപ്പിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്, അല്ലെങ്കിൽ ഐഗൻ വാല്യൂസിൻ്റെ പ്രൊഡക്റ്റാണ്. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോം അസോസിയേറ്റഡ് വിത്ത് വെയിൻഗാർട്ടൻ മാപ്പാണ്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഫോം ഡെഫിനിറ്റ് ആകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഗൻ വാല്യൂസ് ഐദർ പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഐഗൻ വാല്യൂസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഓർ ലെസ് ദാൻ 0. First we prove the sufficient part. That is, we suppose that the second fundamental form SP is definite for all P belongs to S. Then the normal curvature K of V equal to SP of V is non-zero for each direction V belongs to SP. If we suppose that the second fundamental form definite ആണ്, എസ്സിലെ ഏതൊരു പോയിന്റ് പിക്കും ഈ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഡെഫിനിറ്റ് ആണെങ്കിൽ വി ഗെറ്റ് ദാറ്റ് ദ നോർമൽ കർവേച്ചർ ഈസ് നോൺ സീറോ. ടാൻജൻറ്റ് വെക്റ്ററിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ നോർമൽ കർവേച്ചർ നോൺ സീറോ ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ ആയിട്ട് വി ഗെറ്റ് ദാറ്റ് ഓൾ പ്രിൻസിപ്പൽ കർവേച്ചർ അറ്റ് ദിസ് പോയിന്റ് പി, ഈ പോയിന്റിലെ എല്ലാ പ്രിൻസിപ്പൽ കർവേച്ചറും നോൺ സീറോ ആയിരിക്കും. എല്ലാ പ്രിൻസിപ്പൽ കർവേച്ചറും നോൺ സീറോ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റും നോൺ സീറോ ആയിരിക്കും. അപ്പോൾ വി ഗെറ്റ് ദാറ്റ് ദ ക്രോനെക്കർ കർവേച്ചർ K of P is നോൺ സീറോ. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ കർവേച്ചറിൻ്റെ പ്രോഡക്റ്റാണ് ക്രോനെക്കർ കർവേച്ചർ. So we get that the Kronecker curvature K of P is non-zero. This is the sufficient part. Next we prove the necessary part. Here we suppose that the Kronecker curvature K of P is non-zero. By theorem 4 we have Rn plus 1 ഒരു കോമ്പാക്റ്റ് ഓറിയൻറ്റഡ് n സർഫസ് S തന്നിട്ടുണ്ടെങ്കിൽ ആ സർഫസിൽ ഒരു പോയിന്റ് P എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും സച്ച് ദാറ്റ് ദ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് ദാറ്റ് പോയിന്റ് P ഈസ് ഡെഫിനിറ്റ്. സോ ഹിയർ വി ടേക്ക് എ പോയിന്റ് P0 ഇൻ S. കോമ്പാക്റ്റ് ഓറിയൻറ്റഡ് n സർഫസ് എസ്സിൽ ഒരു പോയിന്റ് P0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് the second fundamental form at this point P0 is definite. Here we suppose that the second fundamental form SP0 is positive definite. Second fundamental form പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും ദ മിനിമം പ്രിൻസിപ്പൽ കർവേച്ചർ K1 ഓഫ് ദിസ് സർഫസ് S ഈസ് പോസിറ്റീവ് അറ്റ് P0. K1 എന്ന് പറയുന്നത് എസ്സിൽ നിന്നും ആറിലേക്കുള്ളൊരു കണ്ടിന്യൂസ് മാപ്പാണ് ആൻഡ് എസ് കണക്റ്റഡ് ആണ്. അപ്പോൾ K1 എന്ന് പറയുന്നത് നോവേർ സീറോ ആയിരിക്കും. കാരണം ബൈ ഹൈപ്പോത്തിസിസ് വി ഹാവ് K is nowhere zero.
ക്രോനക്കർ കർവേച്ചർ നോൺ സീറോ എന്ന് ഹൈപ്പോത്തസിസിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സും നോൺ സീറോ ആയിരിക്കും. അപ്പോൾ ഈ മിനിമം പ്രിൻസിപ്പൽ കർവേച്ചർ K1 നോൺ സീറോ ആയിരിക്കും. എസ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൻസ് ഓൾ ദ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആർ എവ്രിവെയർ പോസിറ്റീവ്. അപ്പോൾ എല്ലാ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സും എവ്രിവെയർ പോസിറ്റീവ് ആയിരിക്കും. സോ വി ഗെറ്റ് ദ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് P is positive definite for all P belongs to S. എസ്സിലെ ഏതൊരു പോയിൻ്റ് P എടുത്തിട്ടുണ്ടെങ്കിലും we get the second fundamental form is positive. If SP not were negative definite. If we suppose the second fundamental form at P not നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിലും ഈ സിമിലർ ആർഗ്യുമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. ഹിയർ വി ക്യാൻ റീപ്ലേസ് K1 ആസ് വിത്ത് Kn. K1 മീൻസ് മിനിമം പ്രിൻസിപ്പൽ കർവേച്ചറിന് പകരം മാക്സിമം പ്രിൻസിപ്പൽ കർവേച്ചർ Kn എടുത്തിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇറ്റ് വുഡ് ഷോ ദാറ്റ് ദ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് P is negative definite for all P belongs to S. Hence the theorem.